എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ലൂഫി കൊറോനെ ഇടിച്ചിടുന്ന കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നത് കാണിച്ചിട്ടാണ്. വീണ് കിടക്കുന്ന കൊറോനെ കാണിക്കുന്നുണ്ട്. സെയിം ടൈം ഉസോപ്പ് പൈറേറ്റ്സിൽ ആ 3 പിള്ളേർ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് വീണ് കിടക്കുന്ന കൊറോനെ അവർ വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ്. കയെ ഉസോപ്പും ഇങ്ങനെ മാറി മാറി പറയുവാണ് നിർത്തുന്നൊക്കെ. പക്ഷെ ഇവർ കേൾക്കുന്നില്ല. ഇയാളെ ഓരോന്നൊക്കെ വിളിച്ചിട്ടാണ് ഇവർ അറ്റാക്ക് ഒക്കെ ചെയ്യുന്നത്. പൈറേറ്റ്സ് ഒക്കെ ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ഉസോപ്പാണെങ്കിൽ വീണ്ടും ഇവരോട് നിർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാങ്കോ പറയുകയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ കുറേ ശരിക്കും മാഡായിരുന്നു. അവൻ എന്നിട്ട് വന്ന് ഉസോപ്പിനോട് പറയുകയാണ് ക്യാപ്റ്റൻ ഞങ്ങളും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, എന്താ ക്യാപ്റ്റൻ ഇത് നേരത്തെ ഞങ്ങളോട് പറയാണ്ടിരുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഉസോപ്പ് പറയുന്നത് അതൊന്നുമല്ല, ഇപ്പോൾ ഇവിടുന്ന് പൊക്കോ ഓടിക്കോ എന്നൊക്കെ പറയുകയാണ്. ഇല്ല ഞങ്ങളും ഫൈറ്റ് ചെയ്യാൻ പോവാണ്, ഇല്ലേ ഉസോപ്പ് പൈറേറ്റ്സിന് തന്നെയാണ് നാണക്കേടെന്നൊക്കെ ഉസോപ്പ് പൈറേറ്റ്സ് പറയുകയാണ്. ക്യാപ്റ്റൻ കൂറോ അപ്പോൾ അവിടെ നിന്ന് എണ്ണിക്കുകയാണ്. ഇവരെല്ലാം പേടിക്കുന്നുണ്ട്. ഉസോപ്പാണെങ്കിൽ ഇവരോട് വീണ്ടും ഓടാൻ പറയുന്നുണ്ട്. ഇയാളാണെങ്കിൽ നേരെ വന്നിട്ട് ഉസോപ്പിനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. എന്നിട്ട് ലൂഫിനോട് പറയുവാണ് അതെനിക്ക് കുറച്ച് വേദനിച്ചു, എനിക്ക് മനസ്സിലായി നിനക്ക് ഡബിൾ ഫ്രൂട്ട് പവേഴ്സ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ലൂഫി പറയുന്നുണ്ട് അതെ ഞാൻ ഗമഗമ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്, ഞാനൊരു റബ്ബർ പേഴ്സൺ ആണ്. ഇതൊക്കെ കേട്ടിട്ട് പൈറേറ്റ്സ് ഒക്കെ ഞെട്ടുവാണ്, ഡബിൾ ഫ്രൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. കുറോ ആണെങ്കിൽ പറയാണ് ജാങ്കോ ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, കൈയുടെ കാര്യം നീ നോക്കിക്കോ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അവളെ കൊണ്ട് ആ മുദ്രപത്രം എഴുതിക്കണം, എന്നിട്ട് കൊന്നു കളഞ്ഞേക്കുക. അതേപോലെ ആ ചെറിയ 3 അമ്മരെ എനിക്ക് കാണണ്ട തീർത്തേക്കെന്ന് പറയണം. ജാങ്കോ പറയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. സോറോ ആണെങ്കിൽ അയാളെ വാള് കാണിച്ച് തടയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ എനിക്ക് കടത്തി വിടാൻ പറ്റില്ല. ജാങ്കോ ആണെങ്കിൽ ബുച്ചിനെ വിളിക്കുകയാണ്. ബുച്ചിയാണെങ്കിൽ അവിടെ വന്നിട്ട് പൊങ്ങി വിട്ട് ചാട്ടം ചാടുകയാണ്. ലാൻഡ് അപ്പോഴേക്കും പൊളിഞ്ഞു പോകുന്നുണ്ട്. അടുത്ത സീനിൽ ബുച്ചിയും സോറോയും തമ്മിലുള്ള ഫൈറ്റാണ്. ജാങ്കോ ആണെങ്കിൽ കയനെടുത്തോട്ട് പോവാണ്. ഉസോപ്പ് കയനെ വിളിച്ച് അലറുന്നുണ്ട്. ഉസോപ്പ് ആണെങ്കിൽ ഉസോപ്പിന് ശരിക്കും സ്ട്രെങ്ത് ഇല്ല, എണ്ണിക്കാൻ പോലും പറ്റുന്നില്ല. ഉസോപ്പ് അപ്പം ഉസോപ്പ് പൈറേറ്റ്സിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നുണ്ട് ക്യാപ്റ്റൻ ഞങ്ങൾ അതിന് ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഉസോപ്പ് പറയുകയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടാസ്ക്കാണ് തരാൻ പോകുന്നത്, കയനെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം, പറ്റില്ല എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പൈറേറ്റ് ഗ്രൂപ്പ് തുടങ്ങിയത് തന്നെ, നമുക്ക് വേണ്ടപ്പെട്ടതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇത് ക്യാപ്റ്റൻ്റെ ഡയറക്റ്റ് ഓർഡറാണ്. അപ്പോൾ ഒരു എസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് കയനെയും കൊണ്ട് അവിടെ നിന്ന് കാട്ടിലോട്ട് ഓടിപ്പോവാണ്. അപ്പോൾ ജാങ്കോ പറയുകയാണ് ഇവർക്ക് എൻ്റെ അടുത്ത് നിന്നൊന്നും എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല, ഇവരെ ഞാൻ ഇപ്പോൾ തീർക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സെയിം ടൈം ഉസോപ്പ് ആണെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് സ്ലിംഗ് ഷോട്ട് ചെയ്യുകയാണ്. ജാങ്കോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ കുറ പറയുകയാണ് വേണ്ട നീ അവരുടെ പുറകെ പോകുന്നു. സോ ജാങ്കോ അവരുടെ പുറകെ പോവാണ്. അപ്പോൾ അവൻ ഉസോപ്പിനോട് പറയുകയാണ് ഉസോപ്പ് നീ ഇങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, എനിക്കറിയാം കയ എത്ര വീക്കാണെന്ന്, അവൾക്ക് ജാങ്കോനെ എസ്കേപ്പ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല, നിനക്കിനി അവളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടാണെങ്കിൽ നീ പൊക്കോ, പക്ഷേ നിനക്ക് അവിടെ നിന്ന് ജീവനോടെ പോകാൻ പറ്റില്ല. അടുത്ത സീനിൽ വീണ്ടും സോറോയും ബുച്ചിയും തമ്മിലുള്ള ഫൈറ്റാണ്. അറ്റ് ലാസ്റ്റ് സോറോ ബുച്ചിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം കായൊക്കെ പോയ അവിടെ ബുള്ളറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഉസോപ്പാണെങ്കിൽ പേടിക്കുന്നുണ്ട് എന്തോ ഈ സൗണ്ട് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ക്യാപ്റ്റൻ കുറോ പറയുകയാണ് അത് നിനക്കറിയണമെങ്കിൽ നീ പോയി നോക്ക്, പക്ഷേ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഉസോപ്പ് പറയാണ് നിനക്ക് ദയൊന്നുമില്ലേ, ഒന്നുമില്ലേ, നീ 3 വർഷത്തോളം കൂടെ ജീവിച്ചതല്ലേ. അയാൾ പറയുകയാണ് ഇല്ല, എൻ്റെ പ്ലാനിൽ ഒരു ടൂള് മാത്രമായിരുന്നു അവൾ മരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ അവളോടുള്ള നന്ദി കാണിച്ചു. ഉസോപ്പിന് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. സോറൻ ചോദിക്കുന്നുണ്ട് ഇയാളെന്ത് മനുഷ്യനാണ്. ലൂഫിയറാണ് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല, ഉസോപ്പ് നീ പോയി അവനെ ഹെൽപ്പ് ചെയ്യും, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയണം. ഉസോപ്പ് അങ്ങനെ കഷ്ടപ്പെട്ട് എണ്ണിക്കുവാണ്. അപ്പോൾ കുറ പറയുന്നുണ്ട് ഓ നിനക്ക് എണ്ണിക്കാനൊക്കെ പറ്റുമെന്ന്. ഉസോപ്പ് പറയാണ് മിണ്ടാതിരിക്കും, നിന്റെ പ്ലാൻ പോലെ എല്ലാം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, നീ വില്ലേജേഴ്സിൻ്റെയും കയൻ്റെയും ഫീലിങ്സിനെ ഒരുപാട് ഹേർട്ട് ചെയ്തു, ഞാൻ നീ തോറ്റു തരില്ല എന്ന് പറയണം. പക്ഷേ ഉസോപ്പിനാണെങ്കിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഉസോപ്പ് വീണ്ടും തറയിൽ വീഴുവാണ്. ഇതൊക്കെ കണ്ടിട്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ ചിരിക്കുവാണ്. ഇതെല്ലാം എൻ്റെ പ്ലാനാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി നീ ജാങ്കോൻ്റെ അടുത്ത് അങ്ങനെ എത്തിയാലും നിനക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ഉസോപ്പ് പറയാണ് അവൻ എന്നെ ഡിഫീറ്റ് ചെയ്താലും കുഴപ്പമില്ല, അവരെയൊക്കെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയണം. പൈറേറ്റ്സ് ഇത് കേട്ടിട്ട് ഉസോപ്പിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ലൂഫിക്കാണെങ്കിൽ ഇതൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആ പൈറേറ്റ്സിന് നേരെ ഒരു വലിയ റോക്ക് എടുത്ത് എറിയുവാണ് ലൂഫി. സെയിം ടൈം സോറോ ഉസോപ്പിനെയും പൊക്കി എടുത്തിട്ട് ലൂഫിനോട് പറയാണ് ലൂഫി ഞങ്ങൾ അവരുടെ അടുത്തോട്ട് പോവുകയാണ്. ലൂഫി പറയുന്നുണ്ട് പെട്ടെന്ന് പോക്കോളൂ. സെയിം ടൈം കുറോ ചോദിക്കുവാണ് ഈ ഹില്ല് വാസിയുള്ള പെർമിഷൻ നിങ്ങൾക്ക് ആരാ തന്നത്. അപ്പോൾ ലൂഫി പറയാണ് ഞാനാന്ന് പറയാണ്. എന്നിട്ട് ലൂഫിയും ക്യാപ്റ്റൻ കുറോയും തമ്മിലുള്ള ഫൈറ്റാണ് അടുത്തത്. കുറോ ഫൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കുവാണ് എനിക്ക് ഇതിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്, എന്തിനാണ് നീ ഫൈറ്റ് ചെയ്യുന്നത്. ലൂഫി പറയാണ് ഈ വില്ലേജിൽ വരുത്തുന്നത്, എനിക്ക് ആ മരിക്കുന്നത് ഇഷ്ടമല്ല. കുറോ പറയാണ് അതാണോ, അപ്പം നീ മരിക്കുന്നത് എനിക്ക് പ്രശ്നമല്ലേ. ലൂഫി പറയാണ് ഇല്ല, എന്താണേലും ഞാൻ മരിക്കാനൊന്നും പോകണില്ല എന്ന് പറയണം. നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയാണ് കുറോ. വീണ്ടും അവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. ഫൈറ്റിൻ്റെ ഇടയിൽ ലൂഫിക്ക് ഒരു ഹിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും പൈറേറ്റ്സ് അവിടെ നിന്ന് പറയുകയാണ് ഈ സ്ട്രോ ഹാറ്റ് ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷേ കുറോനെ നോക്കി അതാണ് നമ്മുടെ ക്യാപ്റ്റൻ. ഇത് കേൾക്കുമ്പോഴത്തേനും കുറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്.
നിങ്ങൾക്കൊന്നും ഞാൻ പറയുന്നത് വരെ മനസ്സിലായില്ലേ? ഈ ക്യാപ്റ്റൻ കുറോ എന്ന പേര് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലാൻ മൊത്തം ചെയ്തിരിക്കുന്നത്. ഞാൻ മടുത്തു. നേവി, ബൗണ്ടി ഹണ്ടേഴ്സ് എല്ലാവരും എൻ്റെ പുറകെയാണ്. ഇതിന് വിജയം മാത്രം വേണ്ട കുറേ പൈറേറ്റ്സ് ഇതൊക്കെ പറയുകയാണ്. ഈ സെയിം ടൈം ഇയാളുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ക്യാപ്റ്റൻ കുറോ ആണെങ്കിൽ ജാങ്കോനോട് ചോദിക്കുകയാണ്, നേവിയോ ഇത് ഈ ആഴ്ചയിലെ 3ാമത്തെ വട്ടമല്ലേ? അപ്പോൾ ജാങ്കോ പറയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതാണ് നമ്മുടെ ജോബ്. അത് മാത്രമല്ല നിങ്ങൾ കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ കുറോ പറയാണ്, അത് എൻ്റെ പേരാണ് പ്രശ്നം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തീരുമല്ലോ, ഞാൻ മരിക്കാൻ പോവാന്ന് പറയുകയാണ്. ജാങ്കോനോട് പറയുകയാണ്, ഇനി മുതൽ ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ നീയാണെന്ന്. എന്നിട്ട് അയാൾ നേരെ നേവിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അവിടെ ചെന്നിട്ട് നേവിക്കാരെ മൊത്തം അയാൾ അറ്റാക്ക് ചെയ്തിടുകയാണ്. എന്നിട്ട് ഒരാളെ മാത്രം ജീവനോടെ വെക്കുകയാണ്. എന്നിട്ട് പൈററ്റ്സിലെ ഒരാളെ ജാങ്കോ ഹിപ്നോട്ടൈസ് ചെയ്യുവാണ്. അയാളോട് പറയുകയാണ്, നീയാണ് ക്യാപ്റ്റൻ കുറോ, നീയാണ് ഈ നേവിനെയൊക്കെ അറ്റാക്ക് ചെയ്തത്. എന്നിട്ട് നേവിക്കാരനെ ഹിപ്നോട്ടൈസ് ചെയ്യുവാണ്. നീയാണ് ക്യാപ്റ്റൻ കുറോനെ പിടിച്ചവൻ, ഈ ആളെ ബേസിൽ കൊണ്ടുപോയി കൊന്നുകളാന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ്. ഇതായിരുന്നു പാസ്റ്റിൽ നടന്നത്. എന്നിട്ട് ഇയാൾ ലൂഫിനോട് പറയുകയാണ്, എൻ്റെ ഇന്നത്തെ പ്ലാനും ഇതുപോലെ നടന്നു കഴിയുമ്പോൾ മണി, പീസ് ഇതൊക്കെ എനിക്ക് കിട്ടും, എനിക്ക് മനസ്സിലായോ എന്ന് ലൂഫിനോട് ചോദിക്കുകയാണ്. 3 വർഷത്തെ എൻ്റെ പ്ലാൻ ഒരിക്കലും ഫെയിൽ ആവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. ലൂഫിയും ക്യാപ്റ്റൻ തമ്മിൽ വീണ്ടും ഫൈറ്റ് ചെയ്യുകയാണ്. ലൂഫി പറയുകയാണ്, എൻ്റെ എയിം നിൻ്റെ എയിമിനേക്കാൾ വലുതാണ്, നിന്നെ ഞാൻ ഉറപ്പായും ഡിഫീറ്റ് ചെയ്യും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുക.